ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എല്ലാ കരിക്കളുടെ മൂവ്മെൻ്റാണ് നോക്കിയത്. ഇനി ഈ വീഡിയോയിൽ ചെസ്സ് കളിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാമേ. ഈ വീഡിയോയുടെ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ അത് ആദ്യം കാണണേ. അപ്പം എല്ലാം കരിക്കളുടെ പേരും മൂവ്മെൻറ്റും പഠിക്കാൻ പറ്റും. എന്നാലേ ഈ പാർട്ട് 2 കണ്ടതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ ലക്ഷ്യം എന്താണെന്നാൽ ഈ എതിർ ടീമിൻ്റെ രാജാവിനെ പൂട്ടുക. തിരിച്ച് അവരുടെ ലക്ഷ്യം നമ്മുടെ രാജാവിനെ പൂട്ടുക എന്ന് പറഞ്ഞാൽ രാജാവിനെ എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാക്കുക. ഇനി എങ്ങനെയാണ് നമ്മൾ ചെസ്സ് കളിക്കുമ്പോൾ തിങ്ക് ചെയ്യേണ്ടതെന്നാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ചാടാൻ ഇപ്പം നമുക്ക് ആനയില്ലേ, ആനയ്ക്ക് പോകണമെങ്കിൽ ഒരു വഴി വേണം. അപ്പം നമ്മൾ ഫസ്റ്റ് നമുക്ക് ഏത് വേണേലും മാറ്റാം. എക്സാമ്പിൾ നമ്മൾ ഇതിനെ ഇങ്ങനെ ഒരു കളം അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 2 കളം മാറ്റാം. അപ്പം നമുക്കിവിടെ ആനയ്ക്ക് പോകാനൊരു സ്ഥലമായി. അപ്പോൾ അവർ ചിലപ്പോൾ ഇത് മാറ്റുകയെന്ന് വെച്ചോ, ഇതിങ്ങോട്ട് കയറ്റി വെച്ചു എന്ന് വെച്ചാൽ ഇത് വേണമെങ്കിൽ ഇവിടെ ഇരിക്കട്ടെ. ഇവർക്കുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ കണ്ടോ, ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെച്ചു. ഇവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ആനയ്ക്ക് ഇതുണ്ടോ ഇങ്ങോട്ട് വരാനൊരു വഴി ഇവിടെ തെളിഞ്ഞേക്കാം. അപ്പോൾ വഴിയിൽ നമ്മുടെ ഒരു കാലാൾ ഇരിക്കുന്നു. അപ്പോൾ അവന് വേണമെങ്കിൽ ഇതിനെ വെട്ടാം. പക്ഷെ വെട്ടുന്നതിന് മുന്നേ ചിന്തിക്കേണ്ട കാര്യം എന്താ, അവനിവിടെ ഇതിനെ വന്ന് വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും കരുക്കൾ അവനെ വെട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഈ സിറ്റുവേഷനിൽ അങ്ങനെ ആരുമില്ല. ഇനി ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ ഇവിടെ നിന്ന് മാറ്റിയതാ ഇവിടെയാണെന്ന് വെച്ചോ. അപ്പോൾ ഇവനിവിടെ വന്നിട്ട് ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ആനയ്ക്കത് ഇങ്ങനെ പോയിട്ട് ഒറ്റ വെട്ടിന് എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയാണ് കരുക്കൾ വെട്ടി പോകുന്നത്. നമ്മൾ മാക്സിമം നമ്മുടെ കരുക്കളെ സേവ് ചെയ്യണം. കരുക്കൾ മറ്റുള്ളവർ വെട്ടിക്കൊണ്ട് പോവാതെ ഇരിക്കണം. എന്നാൽ മറ്റുള്ളവരുടെ കരുക്കളെ നമ്മൾ വെട്ടിയെടുക്കണം. അതായിരിക്കണം നമ്മുടെ പ്ലാൻ. ഇപ്പോൾ ഇതിവിടെ തന്നെ ഇരിക്കട്ടെ. എന്തായാലും അങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. നമ്മളിതാ ഇവിടെ തന്നെ വെക്കാം. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടി, അവൻ ഇവിടെ വന്ന് വെട്ടാതിരിക്കാൻ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഇതിവിടെ വെക്കാം. ഇനി ആരെങ്കിലും വന്നെൻ്റെ ഇതിനെ ഇവിടെ വന്ന് വെട്ടിയാലോ, ഇത് എൻ്റെ കുതിര ഇവിടെ ഇരിപ്പുണ്ട് കണ്ടോ. കുതിര ഒറ്റ ചാട്ടത്തിന് അവരെ വെട്ടിയെടുത്തുകൊണ്ട് പോരും. ഇനിയിപ്പോൾ ഇവരെന്താ കളിക്കാൻ നോക്കാം. ചിലപ്പോൾ ഇവരിപ്പോൾ ഇനി കുതിരേനെ ഇങ്ങോട്ട് എടുത്ത് വെച്ചെന്ന് വെച്ചോ കണ്ടോ. അപ്പോൾ ഈ കുതിരയ്ക്ക് വേണേൽ അടുത്ത ചാട്ടത്തിന് ഇവിടെ വെട്ടാൻ പറ്റും. ഈ കുതിര അടുത്ത ചാട്ടത്തിന് ഇവിടെ വെട്ടിയാൽ എന്ത് സംഭവിക്കും? വെട്ടിയെടുത്തോണ്ട് പോയതേ എനിക്ക് ഇവനെ വെട്ടിയെടുക്കാൻ പറ്റും. അപ്പം എന്ത് സംഭവിക്കും? ഇവൻ വന്നിട്ട് എൻ്റെ ആനയെ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് എൻ്റെ ആനയെ വെട്ടിക്കൊണ്ടുപോകും കണ്ടോ. എൻ്റെ ആനയെ വെട്ടിക്കൊണ്ടുപോകും. അപ്പം കണ്ടോ, എൻ്റെ ഈ രാജാവിൻ്റെ നേരെയാണ് ഈ ആന ഇരിക്കുന്നത് കണ്ടോ. ഇതെങ്ങാനും ഇവിടുന്ന് മാറ്റാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഇത് മാറ്റിയാൽ ഇതിൻ്റെ നേരെ രാജാവിൻ്റെ ഇവൻ്റെ ഈ ആനയുടെ സഞ്ചാരപഥമാണിത്. അതിൻ്റെ നേരെ ഈ രാജാവ് ഇരിക്കുക. അതെനിക്ക് ചെക്കാം. അതുകൊണ്ട് ഇവനെ എനിക്ക് മാറ്റാൻ പറ്റത്തില്ല. രാജാവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ ഇവനെ ഇവിടെ വെക്കണം. പിന്നെ ഇനി ഇവൻ ഇവിടെ വന്നിട്ട് ഇതിനെ വെട്ടിയെന്ന് വെച്ചോ. വെട്ടിയാൽ എനിക്കിതാ രാജാവിനെ കൊണ്ടോ അല്ലെങ്കിൽ മന്ത്രിയെ കൊണ്ടോ ഇവനെ ഇങ്ങനെ വെട്ടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് അവൻ അവിടെ ഇരിക്കട്ടെ. ഇനി അപ്പോൾ അവനെ ഞാൻ സൂക്ഷിക്കണം. അവൻ ഓൾറെഡി അവിടെ ഇരിക്കുകയാണ്. എൻ്റെ രാജാവിനൊരു ഭീഷണിയായിട്ട് അവൻ അവിടെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾക്ക് നമ്മുടെ കുതിരയെ ഇറക്കണമെങ്കിൽ ഈ കുതിരയെ ഇവിടെ കൊണ്ടുവച്ചാൽ എന്നാ പറ്റും? അപ്പം നേരെ എൻ്റെ കുതിരേനെ വെട്ടിയെടുക്കൂലേ. ഇവിടെ വെച്ചാലും ആന എൻ്റെ കുതിരയെ വെട്ടിയെടുക്കും. പിന്നെ എൻ്റെ കുതിരയ്ക്ക് ഇവിടെ അടുത്ത കളം. ഇവിടെ ഇത് കാലാൾ ഇവിടെ ഇരിക്കുകയല്ലേ. അപ്പോൾ ഈ കാലാളെ എനിക്ക് മാറ്റാനും പറ്റത്തില്ല. അപ്പോൾ കുതിരേനെ എനിക്ക് അനക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവൻ ഇവിടെ ഇരിക്കുന്നു. ഇവനെ ഞാൻ ഇവിടെ വെച്ചാൽ ഇങ്ങനെ ചിലപ്പോൾ വെട്ടിയെടുത്താൽ എനിക്ക് ഇതും കൊണ്ട് വെട്ടാൻ പറ്റും. ഇവിടെ വെച്ചാലുള്ള ഗുണം എന്ന് വെച്ചാൽ ഇവൻ ഇതിനെ വെട്ടിയില്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് കളിയിൽ എൻ്റെ കാലാളും കൊണ്ട് ഇങ്ങനെ വെട്ടും. അപ്പോൾ ഇവിടെ വെച്ചാലുള്ള ഗുണം ഇവൻ ഇവിടുന്ന് മാറും. ഇവിടുന്ന് ചിലപ്പോൾ ഇങ്ങനെ മാറുള്ളൂ. ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ എനിക്ക് ഇതുകൊണ്ട് വെട്ടാൻ പറ്റൂല കണ്ടോ. അങ്ങനെ വെട്ടാൻ പറ്റൂല. ഇതിൻ്റെ ഇവിടെ ഇരിക്കുക. അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് വെച്ചാലും എനിക്ക് അങ്ങനെ വെട്ടാൻ പറ്റൂല. ഞാൻ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ ആനയ്ക്കൊരു വാതിൽ തുറന്നു കൊടുക്കണ്ടേ.
അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് ഇങ്ങോട്ട് കയറ്റി വെക്കാം. അപ്പോൾ അവരെന്ത് ചെയ്യും? അപ്പോൾ എൻ്റെ ആന ഇവിടെ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ, ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവൻ അപ്പോൾ ഇവൻ്റെ ഇതെടുത്ത് ഇങ്ങോട്ട് മുന്നോട്ട് കയറ്റി വെച്ചെന്ന് വെച്ചോ. ഇതൊന്നും അതിബുദ്ധിപരമായ കളിയൊന്നുമല്ല കേട്ടോ, എനിക്ക് അങ്ങനെയൊന്നും കളിക്കാറില്ല. ഞാൻ എൻ്റെ മൂവ്മെൻറ്റ് മാത്രം ഒന്ന് കാണിച്ചു തരുന്നു, റൂൾസ് കാണിച്ചു തരുന്നു. ബാക്കി നിങ്ങളുടെ ബുദ്ധിയുടെ ലെവലനുസരിച്ച് നിങ്ങൾ കളിക്കണം. നമ്മൾ കുറേ കളിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതിങ്ങനെ എടുത്ത് വെച്ചു. കാരണം ഇൻ കേസ് ഞാനെങ്ങാനും ഇതിനെ ഇവിടെ കൊണ്ടുവച്ചാൽ ഇവൻ അവിടെ നിന്ന് വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വെട്ടാൻ പറ്റും. അതുകൊണ്ടാണ് ഇവനെ ഇവിടുത്തെ വഴി തെളിച്ചത്. ഈ ആനയ്ക്ക് അവർ വഴി തെളിച്ച് കൊടുത്തതാണ്. ഇവനെ എടുത്ത് മുന്നോട്ട് കയറ്റി വെച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ മാത്രമേ വെക്കുന്നുള്ളൂ, അങ്ങോട്ട് കയറ്റി വെക്കുന്നില്ല. എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്ക് മൂവ് ചെയ്യാം. നമുക്ക് അതിനുള്ള സാഹചര്യം വരുമ്പോൾ നമുക്ക് മൂവ് ചെയ്യാം. പിന്നെ ഇനിയിപ്പോൾ എന്തായിരിക്കും അവരടുത്ത് കളിക്കാൻ പോവാം. എനിക്കിങ്ങനെ രണ്ടുപേരുടെ കളിയൊന്നും കളിക്കാൻ പറ്റില്ല. ഒരാളുടെ കളി തന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് കളിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിലേ ഈ കുതിരേനെ ഒന്ന് ഇറക്കി നോക്കിയാലോ? നമുക്കിപ്പോൾ ഈ കുതിരേനെ ഇപ്പോഴും ഇറക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പം ഞാൻ ഇവിടെ വെച്ചാലും അവന് വെട്ടാൻ പറ്റും, പക്ഷെ അവന് വെട്ടാൻ ചാൻസ് ഇല്ല, വെട്ടാൻ ചാൻസ് കുറവാണ്. എന്നാലും ഇരിക്കട്ടെ, എൻ്റെ കുതിര അവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ അവൻ എന്നാ ചെയ്യാൻ പോണേ? അവൻ്റെ കരുക്കളെ ഇറക്കാൻ നോക്കുമായിരിക്കും. ചിലപ്പോൾ ഇവനെ ഇങ്ങോട്ട് എടുത്ത് വയ്ക്കുമോ നോക്കട്ടെ. അങ്ങനെ എടുത്ത് വെച്ചു. എൻ്റെ രാജാവിനെ ഞാൻ ഇങ്ങോട്ട് മാറ്റിയാലോ? കാരണം ഇവനിവിടെ എനിക്ക് ഒരു ഇതായിട്ടിരിക്കല്ലേ, ഇതിങ്ങനെ ചെക്കിരിക്കല്ലേ എൻ്റെ രാജാവിൻ്റെ നേരെ. അപ്പോൾ എനിക്കിതൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഇപ്പം അവിടെ ഇരിക്കട്ടെ, കാരണം ഇപ്പം അത് മാറ്റി എൻ്റെ കുതിരേനെ വെട്ടിക്കൊണ്ടു. ഞാൻ എൻ്റെ രാജാവിനെ ഇങ്ങോട്ടൊന്ന് മാറ്റി. എങ്ങനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്? ഇപ്പം നമ്മൾ ഓരോ കരുക്കളുടെ ഓരോ സാധ്യതകളെ നമ്മൾ നോക്കുവേ. അപ്പം ഈ കരുവിനെ എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ പറ്റും? ഇവന് ഇവിടെ മൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എടുത്തു മാറ്റാൻ പറ്റില്ല, നമ്മൾ മൈൻഡിൽ ചിന്തിക്കണം. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുകയാണ്. ഇവിടെ മൂവ് ചെയ്താൽ ഇതിനെ ആരെങ്കിലും വെട്ടുമോ? ഇവിടെ മൂവ് ചെയ്താലുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇത് ഇങ്ങോട്ടെടുത്ത് വെക്കാം. ഇങ്ങോട്ടെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇങ്ങനെ വെട്ടിയാൽ ഞാൻ ഇങ്ങനെ എടുത്ത് വെട്ടിക്കൊണ്ടുപോകും. ഇനി അങ്ങനെ ചെയ്യുന്നില്ല എന്ന് വെച്ചോ. അപ്പോൾ അവൻ അവിടെ കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. ഇനി ഇവന് മൂവ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചാലും ഞാൻ എൻ്റെ തേര് കൊണ്ടോ ഞാൻ എൻ്റെ ആന കൊണ്ടോ അല്ലെങ്കിൽ കുതിര കൊണ്ടോ ഇങ്ങനെ വെട്ടിയെടുക്കും. അപ്പം പിന്നെ ഇവിടെ തന്നെ ഇരുന്ന അടുത്ത ഓപ്ഷൻ ഏതാ? ഇവിടെ വെച്ചാൽ എൻ്റെ കാലാളും കൊണ്ട് ഞാൻ അതിനെ വെട്ടിയെടുക്കും. ഇവിടെ വെച്ചാൽ എൻ്റെ കാലാളും കൊണ്ട് ഞാൻ വെട്ടിയെടുക്കും. ഇനി ഇതിനെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മന്ത്രിയും കൊണ്ട് വെട്ടിയെടുക്കും. അപ്പോൾ ഇവിടെ വരെയുള്ളൂ അതിനെ വഴിയുള്ളൂ. അവിടെ അല്ലേ ഇരുന്നത്. പിന്നെ പുറകോട്ട് പോകാന്നുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഗുണമൊന്നുമുള്ളതായിട്ട് എനിക്ക് തോന്നല. ചിലപ്പം ഇങ്ങോട്ട് പോവാം, കാരണം ഇപ്പം ഇവിടെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ വേണമെങ്കിൽ ഇവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവന് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അവന് ഇങ്ങനെ ഇങ്ങോട്ട് പോകേണ്ടി വരും. അപ്പോൾ അവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ഈ കുതിരയെ ഇവിടെ നിന്ന് മാറ്റാം. കുതിരയെ മാറ്റിയതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ആദ്യം നോക്കട്ടെ. കുതിരയെ നമുക്ക് ഇവിടെയൊക്കെ മാറ്റാൻ പറ്റും. ഇവിടെ മാറ്റിയാൽ ആരെങ്കിലും കുതിരയെ വന്ന് വെട്ടു. ഇവിടെ കൊണ്ട് വെച്ചാൽ ചിലപ്പം ഇവിടെ നിന്ന് ചിലപ്പോൾ ഇങ്ങോട്ട് കയറ്റി വെക്കും. അന്നേരം വീണ്ടും ഞാൻ എൻ്റെ കുതിരയെ ഇപ്പോൾ കാണിച്ചു തരാമേ. ഞാൻ ഇവിടെ കൊണ്ടു വെച്ചെന്ന് വെച്ചു. അപ്പോൾ ഒന്നെങ്കിൽ ഇവർ ഇങ്ങോട്ട് കയറ്റി വെക്കും. അപ്പോൾ ഇവൻ അടുത്തതിന് എൻ്റെ കുതിരയെ വെട്ടുമല്ലോ. അപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ കുതിരയെ മാറ്റേണ്ടി വരും. ഇവിടെ തന്നെ കൊണ്ടുവരും. അല്ലെങ്കിൽ ഇവിടെ ഇതിനെ വെട്ടിയാലും ഇവൻ എൻ്റെ കുതിരയെ വെട്ടും. പിന്നെ എനിക്കൊരു ഓപ്ഷൻ ഇവിടെ കൊണ്ടുവച്ചാലും ഈ തേർ എൻ്റെ കുതിരയെ വെട്ടും. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് ഞാൻ ഈ കുതിരയെ വെച്ചിട്ട് കാര്യമില്ല, കാരണം ഇവൻ ഇത് മൂവ് ചെയ്യും. അപ്പോൾ എനിക്ക് വീണ്ടും കുതിരയെ ഇങ്ങോട്ട് തിരിച്ച് മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇതാണ്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങോട്ട് കയറ്റി വെക്കാം. ഇങ്ങോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കുതിരേനെ എന്തായാലും അവിടെ നിന്ന് മാറ്റണം. മാറ്റാനുള്ള ഓപ്ഷൻ ഏതാ? ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വെട്ടും. പിന്നെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ വെച്ച് കഴിഞ്ഞാലും വെട്ടും. പിന്നെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വെട്ടും. പിന്നെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ രാജാവ് കുതിരയെ വെട്ടിക്കൊണ്ടുപോകും.
പിന്നെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ വെച്ചാലും മന്ത്രി കുതിരയെ വെട്ടിക്കൊണ്ടു. അതുകൊണ്ട് എന്തായാലും ആദ്യം എവിടെ ഇരുന്നത്, ഇവിടെയല്ലിരുന്നത്. അപ്പം ഞാൻ ഈ കുതിരയെ അവിടെ തന്നെ ഇരിക്കട്ടെ, എങ്ങോട്ടും മാറ്റുന്നില്ല. അപ്പം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യണം. ഇനി നമ്മളിപ്പോൾ മന്ത്രി ഉണ്ട് ഇവിടെ, നമുക്ക് മന്ത്രീനെ ഇങ്ങോട്ടൊന്ന് നീക്കിയാൽ എന്താ കാര്യം നോക്കാം. അവർക്ക് ഇതും കൊണ്ട് എന്ത് കളിക്കാൻ പറ്റും? അതുകൊണ്ട് കാര്യമായ കളിയൊന്നും ഇല്ല. ഇതും കൊണ്ട് ഇപ്പോൾ കാര്യമായ കളിയൊന്നും ഇല്ല. പിന്നെ അവർക്ക് വേറെ എന്തെങ്കിലും ഒരു കരുക്കളെ ഇറക്കേണ്ട വരുതാ. നമുക്ക് ഈ കുതിരേനെ ഇറക്കി നോക്കാം. കുതിര ഇവിടെ അല്ലേ ഇരുന്നത്, ഇവിടെ ഇറക്കിയാൽ പോട്ടെ, ഇവിടെ ഇരിക്കട്ടെ, ഇവിടെ ഇറക്കാം. പക്ഷേ കുതിരയ്ക്ക് വീണ്ടും ഒരു മൂവ്മെൻറ്റിനുള്ള ചാൻസ് ഇങ്ങോട്ടാണ് ഉള്ളത്. പിന്നെ ഈ മന്ത്രി ഇവിടെ ഇരിക്കുക. എൻ്റെ ഈ മന്ത്രിക്ക് ഇതാ ഇവിടെ വേണമെങ്കിൽ പോകാൻ പറ്റും. ഇവിടെ ഇരുന്ന് ആരും ഉപദ്രവിക്കില്ല. പക്ഷേ എൻ്റെ ഈ മന്ത്രി ഇതാ ഇവിടെ ഇരിക്കുവാണെങ്കിൽ ഇവൻ വെട്ടും, ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇവൻ വെട്ടും. അതുകൊണ്ട് മന്ത്രിയെ നമുക്കിതാ ഇവിടെ ഇരുത്തി നോക്കാവേ, എന്താവുമെന്നറിയാം. പിന്നെ ഇനിയിപ്പോൾ അവർ ഈ കുതിരേനെ ഇതാ ഇങ്ങനെ ഒരു കളി കളിച്ചോട്ടെ. ഞാൻ ഈ കാലാളിനെ ഇങ്ങനെ ഇടാം. എന്തെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ ഇതിനെ ഇങ്ങോട്ട് മാറ്റിയിട്ട് കുതിരേനെ ഇവിടെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പം കുതിരേനെ വെട്ടാനായിട്ട് ഒരാളവിടെ ഇരിപ്പുണ്ടെങ്കിൽ അതങ്ങനെ പൊക്കോളൂല്ലോ, അങ്ങനെ വരില്ലല്ലോ അത്. ഇപ്പം ഞാനത് കളിച്ചില്ലേ, ഇതുപോലെ ഞാൻ ഈ കളി മുഴുവൻ കളിച്ച് കാണിക്കാറില്ല. കാരണം കളി മുഴുവൻ കളിച്ച് കാണിച്ചാൽ കുറേ നീണ്ടുപോകും. അപ്പം ഇങ്ങനെ നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ ഇവിടെ ആന ഇരിക്കുന്നു, ആ ആന ഈ കാലാളിനെ വെട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വെട്ടിയാൽ എൻ്റെ കാലാളിനെ ഞാൻ എങ്ങനെ സേഫ് ചെയ്യും? വെട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു തേരിനെ വെച്ചിട്ടുണ്ട്. ഇൻ കേസ് ഇവൻ എൻ്റെ കാലാളിനെ വെട്ടിയാൽ ഞാൻ ഈ തേര് കൊണ്ട് അവനെ വെട്ടും. പക്ഷേ അവൻ ചിലപ്പം മണ്ടത്തരം കാണിക്കില്ല. കാരണം അവൻ കണ്ടുപിടിക്കും, തേര് ഇവിടെ ഇരിക്കുന്നു, അവൻ എൻ്റെ കാലാളിനെ വെട്ടിയാൽ അവനെ എൻ്റെ തേര് കൊണ്ടുപോകുന്നു, അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വന്നത് വെട്ടൂല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കണം. അതേസമയം നമ്മൾ അറ്റാക്കും ചെയ്യണം, ഡിഫെൻസും ചെയ്യണം. അങ്ങനെ ചെയ്ത് നമ്മൾ രാജാവിനെ ഒരു ഇതിലെത്തിക്കണം. രാജാവിനെ നമ്മൾ ലോക്കാക്കണം. അപ്പോൾ രാജാവ് ഇവിടെ ഇരിക്കുന്നു, നമ്മളെ ചെക്ക് വിളിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു, നമ്മുടെ തേര് ഇവിടെ ഇരിക്കുന്നു. മന്ത്രി എൻ്റെ മന്ത്രി ഇവിടെ ഇരിക്കാമെന്ന് വെച്ചോ. മന്ത്രി ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഈ കളം മന്ത്രിയുടെ സഞ്ചാരപഥമാണ്. അപ്പം രാജാവിന് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, ഈ കളം പറ്റില്ല. പിന്നെ രാജാവിന് പറ്റുന്നത് ഇവിടെ പോകാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചു. ചിലപ്പോൾ അവസാനം വരുമ്പോൾ ഈ 2-3 സാധനങ്ങളൊക്കെ കാണത്തുള്ളൂ, 2-3 കരുക്കളൊക്കെ കാണത്തുള്ളൂ നമ്മുടെ ബോർഡിൽ. കണ്ടോ, ഇതിപ്പോൾ അവസാനം വന്നു, നമ്മുടെ കളി അവസാനിക്കാം. അവരുടെ എല്ലാ കരുക്കളും പോയി. നമുക്ക് ഈ 3 എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ എങ്ങനെയാണ് രാജാവിനെ പൂട്ടണേന്ന് കാണിച്ചു തരാം. അപ്പോൾ രാജാവിന് എങ്ങോട്ട് പോകാൻ പറ്റും? ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം മന്ത്രി ഇവിടെ ഇരിക്കുകയല്ലേ. ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇത് പറ്റില്ല, ഇത് രണ്ടും പറ്റില്ല. അപ്പോൾ രാജാവിന് എങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റില്ല. രാജാവിന് തൊട്ടടുത്ത കളങ്ങളിലേക്കല്ലേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പറ്റില്ല, തേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതും പറ്റില്ല, തേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് പറ്റില്ല, കാരണം ആന ഇവിടെ ഇരിക്കുന്നു. ഇത് പറ്റില്ല, മന്ത്രി ഇവിടെ ഇരിക്കുന്നു. ഇതും പറ്റില്ല, മന്ത്രി ഇവിടെ ഇരിക്കുന്നു. അപ്പം രാജാവിന് മൂവ് ചെയ്യാൻ സ്ഥലമില്ല. ഇങ്ങനെയാണ് കളി ജയിക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയും ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു പോകുമ്പോഴത്തേക്കും വീഡിയോ ലെങ്ത്ത് കൂടും. വീഡിയോയുടെ റെസ്പോൺസ് നോക്കട്ടെ, അങ്ങനെയാണെങ്കിൽ കൂടുതൽ വീഡിയോ ചെയ്യാമേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്